എ സി എടുക്കാൻ മാത്രം 5000 രൂപ ഉണ്ടായിരുന്നു. ഇപ്പം അതേ സോളാർ വെച്ച പിന്നെ ഞങ്ങൾക്ക് 500-ൽ 150 അടച്ചാൽ മതി. കാർ ചാർജ് ചെയ്യണത് ഞങ്ങൾ ഇത് വെച്ചാണ്. രാത്രി ഞാനൊരു വെളുപ്പിന് 3 മണിക്കാണ് ചാർജ് ചെയ്യാനിടുന്നത്. 10 മണിക്ക് ശേഷം ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് ആവശ്യം വളരെ കുറക്കാം. അതായത് മാർച്ച്, ഏപ്രിൽ, മെയ് ആ സമയത്ത് ഞങ്ങൾക്ക് ബില്ലുകൾ വന്നത് 180, 170, 160 ആ ഒരു റേഞ്ചിലാണ്. Power cuts usually mean darkness, but in some parts of Kerala, that is slowly changing. Across Ernakulam district, 8 panchayats are competing each other to become the district's first solar model village. Currently, Kumbalangi Grama Panchayat is leading the race. For many families here, going solar has meant more than just switching to renewable energy. It has changed the way they use electricity. Residents who once worried about running an air conditioner or cooking on an induction stove now say their monthly electricity bills have dropped dramatically. സോളാർ എടുത്തിട്ട് 1 വർഷമായി. അപ്പോൾ മറ്റേ എ സി എടുത്തു കഴിഞ്ഞപ്പോഴാണ് കറണ്ട് ബില്ല് കൂടിയപ്പോഴാണ് സോളാർ വെക്കാൻ തീരുമാനിച്ചത്. 5000 രൂപയോളം കറണ്ട് ബില്ല് വന്നത്. ഈ സോളാർ വന്നേ പിന്നെ ഇഞ്ചക്ഷൻ ഉപയോഗിക്കാൻ തുടങ്ങിയത്. Kanaka's story isn't unique. Across Kumbalangi, more households are installing rooftop solar. The initiative is part of a larger push by the union government to expand rooftop solar adoption. This through schemes such as the PM Surya Ghar Muft Bijli Yojana. Falling electricity bills and government subsidies have encouraged many families to make the switch. ചേട്ടയുടെ ഫ്രണ്ട്സൊക്കെ കുറേ പേര് വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ആണ് സോളാർ വെച്ചത്. 7 മാസമായി സോളാർ വെച്ചിട്ട്. അതിക്ക് മുമ്പ് ഞങ്ങളുടെ കറണ്ട് ബില്ല് 4000 രൂപ ഒക്കെ ആയിരുന്നു. ഇപ്പോൾ സോളാർ വെച്ചിട്ട് ഫസ്റ്റ് 295 2 മാസം, ഒരു പ്രാവശ്യം 2 മാസം 605, കഴിഞ്ഞ മാസം വന്നത് 890 രൂപ, ഈ മാസം വന്ന് 60 രൂപ. എനിക്ക് ഗ്യാസിൻ്റെ ക്ഷാമമൊന്നും ബാധിച്ചിട്ടില്ല. ഇൻഡക്ഷൻ കുക്കറുള്ളതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. The competition began in March. Along with Kumbalangi, 7 other panchayats are trying to increase their rooftop solar adoption. The best performing panchayat will receive ₹1 crore from the union government to expand this initiative. Ernakulam has emerged as one of India's leading districts in rooftop solar adoption. More than 42,800 households have installed rooftop solar systems in the district. 2 ലക്ഷം രൂപയാണ് ഓൾറെഡി നമുക്ക് ചിലവായത്. അത് ഞങ്ങൾ ലോണായിട്ടാണ് എടുത്തത്. 1 ഇയർ ഒരു 30,000 എബവ് നമുക്ക് ബില്ല് വരും. അങ്ങനെ 3 ഇയേഴ്സ് നോക്കുമ്പോൾ നമുക്കിത് ലാഭമാണ്. അതുകൂടാതെ നമുക്ക് കേന്ദ്ര സർക്കാരിൻ്റെ സബ്സിഡിയും ലഭിച്ചിട്ടുണ്ട്. 78,000 രൂപയാണ് നമുക്ക് സബ്സിഡി കിട്ടുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ 1.25 ലക്ഷം രൂപ മാത്രമേ, 1.25-ലും അധികം താഴെ മാത്രമേ ശരിക്കും പറഞ്ഞാൽ സോളാറിൻ്റെ ഇതിലാവുന്നുള്ളൂ. ഇത് 3 വർഷം കൊണ്ട് നമുക്ക് കവർ ചെയ്യാവുന്നേ ഉള്ളൂ ഈ എമൗണ്ട്. അത് കഴിയുമ്പോൾ നമുക്കൊരു നല്ലൊരു തരത്തിൽ ബെനിഫിറ്റ് തന്നെയാണ് സോളാർ കൊണ്ട്. 2 ലക്ഷത്തിന് മേലെ ചിലവായി. അതിൻ്റെ അകത്ത് ഒരു 75,000 രൂപ സബ്സിഡി കിട്ടിയിരുന്നു. അപ്പോൾ അതെല്ലാം കൊണ്ടും നമ്മൾ നോക്കുമ്പോൾ വളരെ ഗുണമേന്മയാണ്. 6,000-7,000 രൂപ കറണ്ട് കാശ് വന്നപ്പോൾ 200 ചില്ലാനും രൂപ അടച്ചാൽ മതി. വളരെ വളരെ വലിയൊരു അനുഗ്രഹമായി പോയി. എനിക്കിപ്പോൾ ഒരു 6 ഏക്കറോളം ഫാമുണ്ട്. നെൽകൃഷി ചെയ്യുന്ന ഒരു കർഷകനാണ്. ഞാനിവിടുത്തെ പമ്പ് ഉപയോഗിക്കുന്നതിന് പകരം സോളാർ സിസ്റ്റം ചെയ്താൽ കൊള്ളുന്നൊരു ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. The district administration has asked panchayats to conduct awareness campaigns, identify potential beneficiaries, and work with banks to make loans more accessible. The aim is to increase rooftop solar adoption and expand renewable energy generation across Ernakulam. കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിൽ ഏകദേശം 45,000-ഓളം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ മാതൃകാ ടൂറിസം വില്ലേജാണ് കുമ്പളങ്ങി. കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിൽ PM സൂര്യഘർ സൗരോർജ പദ്ധതി പ്രകാരം ഏകദേശം 200-ഓളം സൗരോർജ പ്ലാന്റുകൾ വീടുകളിലായിട്ട് നിലവിൽ വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ലക്ഷ്യം കൂടുതൽ ആളുകളിലേക്ക് സൗരോർജം വെച്ചുകൊണ്ട് നിലവിലുള്ള ഈ വൈദ്യുതി ക്ഷാമം അടക്കമുള്ള കാര്യങ്ങൾക്ക് പരിഹാരം കാണുവാനും സൗരോർജം കൂടുതൽ ഉപയോഗിച്ച ആൾക്കാരുടെ സാമ്പത്തികമായ ഇത് നിലനിർത്തി ആൾക്കാർക്ക് സാമ്പത്തിക വരുമാനം ഉണ്ടാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലൂടെയാണ് വാർഡ് തലത്തിൽ തന്നെ ഇതിനൊരു അവയർനെസ് പ്രോഗ്രാമുകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്.
പഞ്ചായത്തിനെ സംബന്ധിച്ച് അത് നമ്മുടെ ഒരു 500 പ്ലാന്റ് എത്തിക്കണം എന്നുള്ളതാണ് നമ്മളെ ലക്ഷ്യം. പക്ഷേ ഈ ആഗസ്റ്റ് മാസം കൊണ്ട് അതിലേക്ക് എത്തുമ്പോൾ ഇല്ലയെന്ന് എനിക്കറിയില്ല. ഒരുപാട് പേരോട് അതുകൊണ്ട് ഈ ഞങ്ങൾക്ക് ഈ ഇത്രയും ഒരു നല്ലൊരു അനുഭവം ഉള്ളത് കൊണ്ട് ഞാൻ ഒരുപാട് പേരോട് ഇതിനെക്കുറിച്ച് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, അവരെടുത്തിട്ടുമുണ്ട്. ഞാൻ എല്ലാവരോടും റെക്കമെൻഡ് ചെയ്യണ സോളാർ വെക്കാനേ റെക്കമെൻഡ് ചെയ്യുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ AC ഇടാനാണെങ്കിലും, അല്ലെങ്കിൽ സോളാർ ഇല്ലെങ്കിൽ നമുക്ക് AC ഒന്നും ഇടാൻ പറ്റില്ല. ഇപ്പോൾ ഫുൾ ടൈം AC ഇട്ടുണ്ട് വെച്ചേക്കണത്. To get rooftop solar, homeowners can apply through the PM Surya Ghar portal. After the electricity department confirms that a site is suitable, they can choose an approved vendor to install the system. Once the installation is complete and inspected, the home is connected to the grid through net metering. Any extra electricity generated is fed back into the grid, earning credits on the household's electricity bill. Many families also apply through solar agencies, which help with paperwork, approvals, installation, and subsidies. But expanding rooftop solar also comes with challenges. In parts of Kumbalangi, transformer capacity has already reached its limit. That means more households can install only after the local electricity network is upgraded. SBI ആണ് ഇതിന് ഫൈനാൻഷ്യൽ സപ്പോർട്ട് നമുക്കിപ്പോൾ നിലവിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തിക്കണമെങ്കിൽ നിലവിലുള്ള ഫീസിബിലിറ്റി സൗകര്യം KSEBയുടെ ട്രാൻസ്ഫോർമറുകളിൽ നിലവിൽ 13 ട്രാൻസ്ഫോർമറുകളിൽ നിലവിലുള്ള ഫീസിബിലിറ്റി തീർന്നിരിക്കുകയാണ്. അപ്പോൾ അത് അപ്ഗ്രേഡ് ചെയ്താൽ മാത്രമേ കൂടുതൽ ആളുകൾക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുകയുള്ളൂ. അതിനുവേണ്ടി കളക്ടറുടെ യോഗത്തിന് ശേഷം അടിയന്തരമായിട്ട് ഇവിടുത്തെ AE KSEBയുമായി ബന്ധപ്പെട്ട് അത് അപ്ഗ്രേഡ് ചെയ്യുന്നതിനുള്ള നോട്ടീസ് കൊടുക്കുകയും അത് ജില്ലാ കളക്ടർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടിയന്തരമായിട്ട് ജില്ലാ കളക്ടർ ഇടപെട്ട് ഫീസിബിലിറ്റി കൂട്ടുകയും ട്രാൻസ്ഫോർമറുകൾ അപ്ഗ്രേഡ് ചെയ്യാനുള്ള പ്രവർത്തനം വേഗത്തിൽ നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. Whether Kumbalangi wins the competition or not, one thing is clear. Solar has changed the way many residents think about electricity. Instead of just another monthly bill, it has become an opportunity to save money and in some cases even earn. As India accelerates its energy transition, independent journalism matters more than anything because every policy has a human story behind it. At the News Minute, we are committed to tell you those stories, from a village like Kumbalangi to communities across the country. If you want more reporting that is on the ground, independent and reader supported, consider taking a TNM subscription. You can scan the QR code on the screen or click the link in the comment box.